ഞാനിവിടെ മറുപടി പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് സാങ്കല്പികമായി ഒരു ചോദ്യം ഉണ്ടാക്കി എന്നോട് ചോദിച്ചിട്ട് ഞാൻ അത് മറുപടി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്റെ ചോദ്യമാണ്. അല്ലേ ഞങ്ങൾ പറഞ്ഞില്ലേ കോൺഗ്രസ് പ്രസിഡന്റ് തിരിച്ചെത്തിന്റെ അതേ ഒപ്പിടുന്നേ അതേ ഡൽഹിയിലെത്താനുള്ള താമസമാണ് ഉണ്ടായത്. എല്ലാ അറിവുണ്ട്. കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അത് റിലീസാണ്. റിലീസ് അത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനമാണ്. കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനം എല്ലാം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വഴിയാണ് റിലീസാണ്. ഇങ്ങനത്തെ എന്ത് ചോദ്യം ഒരു ചോദ്യം എന്ത് ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്നു പറഞ്ഞല്ലോ. അദ്ദേഹം UDFന്റെ ഭാഗമാകാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം UDFന്റെ ഭാഗമാവും. ഞാൻ ചോദ്യത്തിന് പ്രസിദ്ധിയില്ല. ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ തന്നെ പ്രഖ്യാപിക്കുന്നത് അത് തീരുമാനിക്കുന്നത് അതിന്റെ ഒരു സാങ്കേതികമായ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നണിയിൽ പറ്റുന്നത് എന്നുള്ള കാര്യം അടുത്ത ദിവസം ഞാൻ പ്രഖ്യാപിക്കും. അതിന് അടുത്ത് വെച്ചാലേ കിട്ടുള്ളൂ, ചെയ്യുള്ളൂ. നിങ്ങളോടല്ലേ പറഞ്ഞത് കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിക്ക് ഞാൻ പിന്തുണ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നുമില്ല. നിങ്ങളുടെ പ്രശ്നം എന്താ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം ഞാൻ പറയാം. നിങ്ങൾ വിചാരിച്ച കോൺഗ്രസിന് ഭയങ്കരമായ പ്രശ്നം ഉണ്ടായി വാർത്ത ഉണ്ടാവുന്ന വിചാരിച്ചു. അത് നടന്നില്ല. അന്ന് പിന്നെ 500 വാർത്ത ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. നിങ്ങൾ ചോദിക്കാൻ പാടില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല. അതൊക്കെ ഒരു മര്യാദയുടെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഇപ്പൊ നിങ്ങൾ 500 ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പാലക്കാട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആദ്യത്തെ എല്ലാവരും അല്ല എന്തൊക്കെയാണ് ചെയ്യും. ഇത് അതുപോലെ തന്നെ വലിയ ഐക്യ ജനാധിപത്യ ഇത് തീരുമാനമാണ്. പാർട്ടി തീരുമാനമാണ്. എല്ലാ ഘടകകക്ഷികളോടും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനം അത്രയും വേറെ ഒന്നും ചോദിക്കാനില്ലേ? നിങ്ങൾക്ക് വേറെ നിങ്ങളൊരു 10 ചോദ്യം ചോദിച്ചു, 10 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു. അത് തന്നെ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ചോദിച്ചു. ഞാൻ അതുപോലെ ആക്കല്ലേ. നിങ്ങൾ ഒരേ ചോദ്യം 10 പ്രാവശ്യം ചോദിച്ചിട്ട് ഞാൻ 10 പ്രാവശ്യം മറുപടി പറഞ്ഞു. പിന്നെ അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. താങ്കൾ ഏത് ചോദ്യം